യാത്ര പോകാൻ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരിക്കും. പക്ഷെ നമ്മൾ ആഗ്രഹിച്ച സ്ഥലത്തെല്ലാം നമുക്ക് എത്തിപ്പെടാൻ കഴിയണമെന്നുമില്ല. ഒരുപാട് നാളത്തെ ആഗ്രഹത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇന്ത്യ കറങ്ങി കാണാൻ ഒരവസരം ലഭിച്ചത്. എന്നാൽ അന്ന് പകർത്തിയ ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്ത് ഒരു യാത്രാ വിവരണമാക്കാൻ പിന്നെയും വേണ്ടി വന്നു കുറേയധികം നാൾ. എന്തായാലും ഓൾ ഇന്ത്യ യാത്രാ വിവരണം പാതി വഴിയിൽ നിന്നിരുന്നത് വീണ്ടും തുടങ്ങുന്നു. പുരിയിൽ നിന്നും ഞങ്ങൾ രാവിലെ തന്നെ ഡ്രൈവ് ആരംഭിക്കുകയാണ്. വളരെ പ്രശസ്തമായ പുരിയിലെ ബീച്ചിൽ കുറച്ച് സമയം ചെലവഴിച്ച ശേഷമാണ് യാത്ര. ഈ സ്ഥലം ഒരുപാട് സിനിമകൾക്ക് ലൊക്കേഷനായതാണ്. ഭയങ്കര പ്രത്യേകതയുള്ളൊരു ബീച്ച്. കിലോമീറ്ററുകളോളം വരിയായി കിടക്കുന്ന പൊന്തക്കാടുകളും മണൽക്കൂനകളും എല്ലാം നോക്കി കുറച്ച് സമയം ഞങ്ങൾ വണ്ടിയിൽ തന്നെ ഇരുന്നു. രാവിലെ ആയതുകൊണ്ട് അത്രയധികം ആളുകളൊന്നുമില്ല. മൊത്തത്തിൽ ശാന്തി. കൊണാർക്ക് സൂര്യക്ഷേത്രത്തിലേക്കാണ് ഡ്രൈവ്. അറിയാത്ത നാടുകളിലൂടെ നാട്ടിൻ പുറമിലൂടെ 10-40 കിലോമീറ്ററിൽ താഴെ മാത്രമാണ് ദൂരം. പോകുന്ന വഴിയിൽ ശില്പങ്ങൾ കൊത്തുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾ വണ്ടി നിർത്തി. അവിടെയുള്ളവരോട് അതെല്ലാം നടന്നു കണ്ടോട്ടെ എന്ന് അനുവാദം ചോദിച്ച് ഞങ്ങൾ അതെല്ലാം കണ്ടു. മനുഷ്യൻ്റെ അനാട്ടമി ഏറ്റവും കൃത്യമായി അറിയുന്നത് ഇവർക്കാണെന്ന് ഈ ശില്പങ്ങൾ കാണുമ്പോൾ തോന്നിപ്പോയി. ശില്പങ്ങൾക്കെല്ലാം അസാധ്യമായ ഫിനിഷിംഗ് ആണ്. കൃഷ്ണശിലയിലും മാർബിളിലുമെല്ലാം പലതരം ശില്പങ്ങൾ. കൊത്തിക്കഴിഞ്ഞതും കൊത്താനിരിക്കുന്നതുമെല്ലാം പല ഭാഗങ്ങളിലായി നിരത്തി വച്ചിരിക്കുന്നു. അതിനിടയിലൂടെയെല്ലാം ഞങ്ങൾ നടന്നു. പുരാണ കഥകളിൽ നിന്നുള്ള സീക്വൻസ് എല്ലാം അവരിങ്ങനെ കൊത്തിയുണ്ടാക്കുന്നുണ്ട്. ഡീറ്റെയിലിംഗ് പറയാതെ വയ്യ. ഒരു ദിവസം മുഴുവൻ നടന്നു കാണാൻ മാത്രമുള്ളതുണ്ട് ഇവിടെ. അത്രയും സമയം എന്തായാലും ഞങ്ങൾക്കിവിടെ ചെലവഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ കൊണാർക്കിലേക്കുള്ള ഡ്രൈവ് ആരംഭിച്ചു. രണ്ട് വശത്തും തണൽ മരങ്ങളെല്ലാം നട്ട് വരിയിലെല്ലാം കൃത്യമായി മാർക്കിംഗ് എല്ലാം ചെയ്ത സ്മൂത്ത് റോഡിലൂടെയാണ് ഡ്രൈവ്. അങ്ങനെ ഞങ്ങൾ 11 മണിയോടെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. കാര്യമായ തിരക്കുണ്ട്. 2 ടോക്കൺ സംഘടിപ്പിച്ച് ഞങ്ങൾ മെല്ലെ അകത്തേക്ക് നടന്നു. യാത്രാ ആൽബത്തിലേക്ക് ഒരു ക്ലിക്ക്. ഇന്ത്യയുടെയും ലോകത്തിൻ്റെയും പല ഭാഗങ്ങളിൽ നിന്നുള്ളവർ സൂര്യക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവർക്കൊപ്പം ഞങ്ങളും മെല്ലെ കവാടത്തിലേക്ക് നടന്നു. നമ്മുടെ നാട്ടിലെ ഒരു ടിപ്പിക്കൽ ക്ഷേത്രം പോലെ പരിപാലിക്കപ്പെടുന്നതൊന്നുമല്ല ഇതെന്ന് തോന്നുന്നു. ഒരു ടൂറിസ്റ്റ് കേന്ദ്രം. ചെരുപ്പൊക്കെ ഇട്ടാണ് അതിലേക്ക് കയറുന്നതും കാര്യവുമല്ല. പക്ഷേ ഇവിടുത്തെ കൊത്തുപണി കണ്ടാൽ നമ്മൾ നോക്കും. കല്ലിൽ എങ്ങനെ ഇത്രയും മൈന്യൂട്ടായ കാര്യങ്ങളെല്ലാം കൊത്തിയെടുക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനൊന്നും ഉത്തരവില്ല. പക്ഷെ നമ്മൾ ഇങ്ങോട്ടുള്ള വഴിയിൽ കണ്ട ശില്പികളുടെ സ്ഥലത്തെ കാഴ്ചയെല്ലാം കൂട്ടി വായിക്കുമ്പോൾ ഇവർക്ക് ശില്പകലയിൽ വലിയ പാരമ്പര്യമുള്ളതായി മനസ്സിലാക്കും. അസാധ്യ കലാകാരന്മാരാണ് ഇവിടെയുള്ളത്. ആളുകളെല്ലാം ക്ഷേത്രത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലുള്ള കൊത്തുപടി കണ്ട് അന്തം വിട്ട് മേലേക്ക് നോക്കിക്കുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത്രയും എക്സൈറ്റിംഗ് ആയിട്ടുള്ള വർക്കാണ് ഇവിടെ എല്ലാം കാണാൻ പറ്റുന്നത്. ഇത്രയധികം ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമായിട്ട് കൂടി, ഇത്രയധികം വരുമാനം ഈ നാട്ടിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്ന ഒരു സ്ഥലമായിട്ട് കൂടി ഇതിൻ്റെ പരിപാലനം വളരെ വളരെ മോശം രീതിയിലാണെന്ന് പറയേണ്ടി വരും. വേറെ ഒരു സ്ഥലത്തും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. എന്നാൽ പോലും ഇവിടെ കല്ലിൽ കൊത്തിയുണ്ടാക്കിയ രഥത്തിൻ്റെ ചക്രമെല്ലാം കണ്ടാൽ ക്ഷേത്രത്തിനെ ശരിക്കും വലിച്ചു കൊണ്ടുപോകാൻ സെറ്റ് ചെയ്ത പോലെയാണ് തോന്നുക. അത്രക്ക് ഫിനിഷിംഗ് ആണ് കല്ലിൽ കൊത്തിയ ഓരോ വർക്കിലും. കൊണാർക്ക് സൂര്യക്ഷേത്രം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയ ഒന്നാണ് ഈ സ്ഥലമെന്ന് ഇവിടത്തേക്കുള്ള ഡ്രൈവിൽ തോന്നിയിരുന്നു. കാരണം ലോകത്തിനെ ഇങ്ങോട്ട് ക്ഷണിക്കാൻ മാത്രം വേറെ ഒന്നും ഈ നാട്ടിൽ എവിടെയും കണ്ടില്ല. ഈ ക്ഷേത്രം കൊണ്ട് മാത്രമുണ്ടായ ഒരു സമ്പദ് വ്യവസ്ഥ പോലെ. ഇതുമായി ചുറ്റിപ്പറ്റിയുണ്ടായ സംവിധാനങ്ങൾ മാത്രമേ നമ്മൾക്കിവിടെ കാണാൻ കഴിയുള്ളൂ. ഞങ്ങളിവിടെ മൊത്തം കറങ്ങി ഒരുപാട് ഫോട്ടോകളെടുത്ത് നല്ല മെമ്മറിയുമായി പുറത്തേക്ക് ഇറങ്ങുകയാണ്. പണ്ട് ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ മാത്രം കേട്ടറിഞ്ഞ സ്ഥലത്ത് നേരിട്ട് വന്ന് കാണാൻ പറ്റിയതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലാണ് ഞങ്ങൾ. ഒരുപാട് സന്തോഷത്തോടെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് ചായയെല്ലാം കുടിച്ച് നല്ല വണ്ടിയെടുത്ത് യാത്ര തിരിച്ചു. കട്ടക്കിലേക്കാണ് യാത്ര. അതിനിടയിൽ ഈ മൺകട്ടി ഉണ്ടാക്കുന്ന സ്ഥലത്തുനിന്ന് വണ്ടി ഒതുക്കി.
ഒരു ഭർത്താവും ഭാര്യയും മാത്രം പണിയെടുക്കുന്ന ഒരു സ്ഥലം. നല്ല ക്വാളിറ്റിയുള്ള മണ്ണാണ് ഇവിടുത്തേതെന്ന് തോന്നുന്നു. ഒരുതരം മഞ്ഞ കലർന്ന ഷെയ്ഡാണ് ഇതിന്. കുഴച്ച മണ്ണ് ഭാര്യ മെല്ലെ എടുത്ത് അച്ചിലേക്കിട്ട് അമർത്തുന്നു. ഭർത്താവ് അതെടുത്ത് അടുക്കി ഉണക്കാനിടുന്നു. 2 ചെറിയ മക്കൾ ഈ കളത്തിൽ അവിടെ ഒരു മൂലക്കിരുന്ന് കളിക്കുന്നുണ്ട്. കുട്ടികളുടെ സ്വാഭാവികമായ സന്തോഷമൊന്നും അവരുടെ മുഖത്തൊന്നുമില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ ഈ മണ്ണിൽ തന്നെ ആയിരിക്കാമെന്ന് തോന്നുന്നു. അവിടെ നിന്നും കുറച്ച് അകലെയായി വൈക്കോൽ കറ്റയിൽ നിന്നും നെല്ല് വേർതിരിക്കുന്നവർ. വൈക്കോൽ ചെറിയ വീട് പോലെ അടുക്കി വച്ചിരിക്കുന്നു. കൃഷിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ് ഇവിടെയെന്ന് മനസ്സിലായി. എന്നാലും അവർ നമ്മളോട് എന്തൊക്കെയോ സംസാരിച്ചു, ചിരിച്ചു. അവിടെ പരിചയപ്പെട്ടവരെല്ലാം ക്യാമറയിൽ പകർത്തി കുറച്ച് വിശേഷങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഡ്രൈവ് ചെയ്തപ്പെട്ടു.